ഇന്ന് 2 കുഞ്ഞ് പപ്പായ കിട്ടിയിട്ടുണ്ട്, കപ്പക്ക. ഇതിനെക്കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു വറവാക്കിയെടുക്കണം. അധികം പണിയൊന്നുമില്ലാണ്ട് പെട്ടെന്ന് നമുക്കൊരു വറവാക്കിയെടുക്കാം. അത് ഞാനിങ്ങനെ പൊളന്നിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടേ. ഒന്ന് ചീകി എടുക്കട്ടെ ഞാൻ. എന്താ നമ്മുടെ കപ്പക്ക ചീകി വെച്ചിട്ടുണ്ട്. എന്താ ഇനിയിൽ വേണ്ടുന്നതെല്ലാം ഞാൻ കാണിച്ചാൽ ചേർക്കുന്നതെല്ലാം നമ്മുടെ കപ്പക്കയെല്ലാം ഈ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ചീകി വെച്ച കപ്പക്ക എന്താ പൊടിയായി ചീകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്ക് ചുവന്നുള്ളി, കുറച്ച് ചുവന്നുള്ളി ഉണ്ട് അരിഞ്ഞിട്ടിട്ട്, ഒരു പച്ചമുളക്, നല്ല എരിവുണ്ട് അതുകൊണ്ട് ഒറ്റൊന്നേ ഇട്ടിട്ട് എല്ലാം നമുക്ക് ഇതിലിട്ടിട്ടേ. പിന്നെ നമുക്ക് വെളുത്തുള്ളിയുണ്ട്, കറിവേപ്പുണ്ട്, തേങ്ങയുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഞെരടാം. നമുക്ക് ഇങ്ങനെ ഞെരടിയിട്ടേ, വെളുത്തുള്ളി അവിടെയുണ്ട്, കറിവേപ്പ് അവിടെയുണ്ട്, പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പുണ്ട്. അത് നമുക്ക് സ്ഥലം താളിക്കാനാണേ. എല്ലാം ഒന്ന് ഞെരടിയിട്ട് കാണിച്ചു തരാം. ഞെരടി വെച്ച് കാണിച്ചു തരാം. നമുക്കൊന്ന് ഇത് വെള്ളമൊന്നും ആക്കണ്ട, ഇതിൻ്റെ വെള്ളം തന്നെ മതി, ഇന്ന് ഇറങ്ങി വരുന്ന വെള്ളം തന്നെ മതി നമുക്കിത് വേവാൻ. വറവിലങ്ങ് ഇടിയാൻ വേണ്ട. നമുക്ക് ഉഴുന്ന് പരിപ്പും കടുവും കൂടെ താളിച്ചിട്ട്, നമ്മൾ വറുക്കൽ എന്നാ പറയലേ, നമുക്ക് കപ്പക്ക വറവ് എന്നാന്ന് പറയല്. നമുക്കിവിടെ തോരൻ എന്ന് പറയില്ല, അധികം കപ്പക്ക വറവ് എന്നാ പറയില്ല. എല്ലാറ്റിനും തോരൻ എന്ന് പറയില്ല, വറവ് എന്നേ പറയും. അതുപോലെ കടുവ് താളിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ വറുത്തിടൽ എന്നാ പറയല്. വറുത്തിട്ടിട്ടില്ലേ നിൽക്കും, കറിയിൽ വറുത്തിട്ടാന്ന് വയ്ക്കും, അങ്ങനെയാണ്. ഇങ്ങനെ താളിച്ചിട്ടേന്ന് ചോദിക്കുന്നത് നമ്മുടെ വറുത്തിട്ടിട്ടില്ലേന്നാണ് ചോദിക്കൽ. നമുക്കെന്നാൽ വറവ് വെക്കാൻ ചട്ടി അടുപ്പത്ത് വെക്കാം. തീയാക്കിയിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാം. കനം കുറഞ്ഞ പാത്രം വെക്കുന്ന, എനിക്ക് വലിയ കനമൊന്നും എടുക്കാൻ പറ്റില്ല കൈ കൊണ്ട്. അതുകൊണ്ട് ഞാൻ കട്ടി കുറഞ്ഞ പാത്രം എടുത്തിട്ടായില്ലതേ. ഒന്ന് ചൂടാവട്ടെ പാത്രം. ചട്ടി ചൂടായി, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് അതും ഇടായത്. തേങ്ങ ചിരകിയത് ഇതൊരു രുചിയാണ്. ഈ തേങ്ങ ചിരകിയിട്ടിട്ടാൽ നല്ലൊരു മണമല്ലോ അല്ലേ. കറിവേപ്പും കൂടെ ഇടാൻ. ഇനി നമുക്ക് ഉഴുന്ന് പരിപ്പിടാൻ. ഇതൊന്ന് പാകമായിട്ട് നമുക്ക് കപ്പക്ക ചീകി വെച്ചത് ഇടാം കേട്ടോ. ഇതൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിടാം. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ടെങ്കിൽ നമുക്ക് കപ്പക്ക ഇട്ട് കൊടുക്കാം. ഒരു കൈ കൊണ്ട് വീഡിയോ പിടിച്ചിട്ടായില്ലത് നീങ്ങി പോകുന്നുണ്ട്. നമുക്കിതിങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം, അത്രേ വേണ്ടൂ. പിന്നെ നമുക്ക് അതാകുമ്പം ഇളക്കി വാങ്ങിയേ വേണ്ടൂ. ഇതിനെ നിങ്ങൾ ഒന്ന് ആവി വന്ന് വേവേ വേണ്ടു. ഇത് പൊട്ടി വെക്കാം നമുക്ക്. സ്റ്റൗവിൻ്റെ തീ ഞാനൊന്ന് കുറച്ച് വെച്ച്, ചെറുതായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ ഇതുപോലെ തട്ടിപ്പൊത്തി വെക്കാം.
മോൻ എന്താ മീനും കൊണ്ട് വന്നു. ഇതാണ്ടാ ഇതെന്ന് പാരമീൻ എന്നാണ് പറയുക, മീൻ്റെ കടുവാന്ന് പറയും. അങ്ങനെ മുള്ളിലെ മീനാണ് ഇത്. നമ്മൾ എറിയെന്ന് പറയുന്നത്, എറിയൻ മീൻ എന്ന് പറയുന്നത്. നല്ല പരലാൻ നിന്നതാ. മീനില്ലാണ്ട് അവനെ ആവില്ല എന്തായാലും. നന്നായിട്ടും വാങ്ങിയിട്ട് വരും. ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഇന്നലെ വെച്ച പോലെ മാങ്ങ ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത്. മാങ്ങയും പിന്നെ മുളകും ഇട്ട് മഞ്ഞളും മുളകും മാത്രം ഇട്ടിട്ട് വറ്റിച്ച് വെക്കും ഇത് ഞാൻ. നമ്മളെ കപ്പക്ക വറവ് രുചികരമായ കപ്പക്ക വറവ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നമ്മളെ ഇന്നത്തെ കറി ഇതാണ്. പരിപ്പും കായും കൂടെ ഒരു കറി, പിന്നെ കപ്പക്ക വറവ്, മീൻ കറി ആക്കണത്ര. മീനും മാങ്ങ ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതുപോലെ വറവ് ഉണ്ടാക്കി നോക്കിട്ടാ. കപ്പക്ക കിട്ടുമ്പം എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേലൂ കേട്ടാ. നല്ലൊരു റെസിപ്പി ആയിട്ട് വരും. എല്ലാവരും ഇത് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യലും വേണേ.